ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാകിസ്ഥാന് ഇപ്പോൾ വളരെ വലിയ ആയുധം വയ്ക്കുന്ന ഒരു രാജ്യമായിട്ട് മാറി എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ടുള്ള വിളംബരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവകാശവാദങ്ങൾ. ശരിയാണ്, അവർ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആയുധങ്ങൾ കൊടുത്തിട്ടുള്ള പല രാജ്യങ്ങളും, അല്ലെങ്കിൽ അവരിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിച്ചിട്ടുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ അതിൻ്റെ ദുരിതഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രധാനമായിട്ടും അസർബൈജാൻ, യുക്രൈൻ, സൗദി അറേബ്യ ഇതുപോലുള്ള രണ്ട് മൂന്ന് രാജ്യങ്ങൾ ആണ് നമ്മൾ ഈ റിപ്പോർട്ടിനകത്തിൽ മെൻഷൻ ചെയ്യുന്ന ചില രാജ്യങ്ങൾ. അതായത് പാകിസ്ഥാനിൽ നിന്നും ആയുധം മേടിച്ച് ഇപ്പോൾ ആയുധങ്ങൾ വളരെ മോശമായിരുന്നു എന്നുള്ള കംപ്ലൈൻറ്റുകൾ പറയുന്നത് ഈ പറഞ്ഞ രണ്ട് മൂന്ന് രാജ്യങ്ങളുടെ കാര്യമാണ്. അതാണ് നമ്മൾ ഈ വീഡിയോയുടെ ടോപ്പിക്. അതാണ് പാകിസ്ഥാന്റെ ആയുധങ്ങൾ ഫ്ലോപ്പ് ഷോ ആയിട്ട് പ്രൂവ് ചെയ്തത്. ഫ്ലോപ്പ് ഷോ എന്ന് വെറും തട്ടിയിലാണ്, ക്വാളിറ്റി ഒന്നുമില്ല. കാരണം നമുക്കറിയാം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തു നിന്ന് ആയുധം വാങ്ങിക്കുകയാണെങ്കിൽ ആ ആയുധം എത്രത്തോളം മോശമാണെങ്കിൽ ആ വാങ്ങിക്കുന്ന രാജ്യത്തിൻ്റെ സുരക്ഷയും, അല്ലെങ്കിൽ അവർ മറ്റൊരു രാജ്യമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ യുദ്ധം ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം അവർക്ക് വൻ തിരിച്ചടികളോ അല്ലെങ്കിൽ പരാജയങ്ങളും നേരിടേണ്ടി വരും. അത് വലിയൊരു എന്താണ്, നമുക്കൊരിക്കലും അതിനെ ഒരു രീതിയിലുള്ള എക്സ്ക്യൂസുകളും നമുക്കതിന് ഇല്ലേ. നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യ ഏതെങ്കിലും രാജ്യത്തു നിന്ന്, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിക്കുന്ന ആയുധങ്ങൾ വളരെ മോശമാണെങ്കിൽ നമ്മൾ പാകിസ്ഥാനുമായിട്ടോ അല്ലെങ്കിൽ ചൈനയായിട്ടൊക്കെ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ, ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ യുദ്ധം ചെയ്യാൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഫലവത്തല്ലെങ്കിൽ, ഗുണപ്രദമല്ലെങ്കിൽ, ഇന്ത്യ നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ളതായിരിക്കും. എന്നുവെച്ചാൽ നമുക്ക് തോൽവി, പരാജയങ്ങൾ തന്നെ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു വിഷയം ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ നേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ ആയുധത്തെക്കുറിച്ചുള്ള പരാതികളും അല്ലെങ്കിൽ കൺസേൺസ്, ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ക്വാളിറ്റി ആണ് ഏറ്റവും പ്രധാന പ്രശ്നം. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ടെക്നോളജി വളരെ മോശമായിട്ടായിരിക്കുമല്ലോ ക്വാളിറ്റി മോശമായിട്ടുള്ളത്. അതായത് അമ്യൂണിഷൻ, ആംസ്, ആർട്ടിലറി ഷെൽസ് ഇതുപോലുള്ള, പ്രത്യേകിച്ച് വെടി, ഏഹ്, നമ്മൾ തോക്ക് അല്ലെങ്കിൽ അതുപോലുള്ള ഷെല്ലുകൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ല വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റത്തിൻ്റെ കാര്യമല്ല. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാൻ, അസർബൈജാന് അസർബൈജാനും അർമീനിയും തമ്മിൽ വളരെ, ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ പോലെ തന്നെയുള്ള റിലേഷനാണ് അസർബൈജാനും അർമീനിയും തമ്മിൽ. അസർബൈജാനെ ടർക്കിയും പാകിസ്ഥാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇസ്രയേലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അർമീനിക്ക് കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യയാണ്. എന്നുവെച്ചാൽ ഏകദേശം അവരുടെ ഇപ്പോഴത്തെ അർമീനിക്ക് അവരുടെ 80%-ലേറെയുള്ള ഡിഫൻസ് റിക്വയർമെൻറ്റ്സ് ഇന്ത്യയാണ് സപ്ലൈ എന്നാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ചൈന പാകിസ്ഥാനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ. അപ്പോൾ ഈ അസർബൈജാനും അർമീനിയും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്തൊക്കെ തന്നെ. ഈ യുദ്ധം ഉണ്ടായ സമയങ്ങളിലൊക്കെ തന്നെ അവർക്ക് പാകിസ്ഥാന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചപ്പോൾ അവർ നേരിടേണ്ടി വന്നത് വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എന്നാണ് അവർ തന്നെ പറഞ്ഞത്, അസർബൈജാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ള ആയുധങ്ങളൊക്കെ തന്നെയാണ് ഈ അസർബൈജാന് പാകിസ്ഥാൻ നിർമ്മിത പുതിയ ആയുധങ്ങൾ എന്ന് പറഞ്ഞ് വിറ്റതെന്നാണ് അസർബൈജാൻ പറയുന്നത്. അമ്യൂണീഷനും ആർട്ടിലറി ഷെൽസും ഒക്കെ തന്നെയാണ് അതിനകത്തിൽ ഉൾപ്പെടുന്നത്. അതായത് അതുകൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കുന്നത് ഒരുപക്ഷെ റീകൺസിഡർ ചെയ്തിട്ട് പുതിയ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കാനുള്ള പദ്ധതിയാണ്. കാരണം ഏത് രാജ്യത്തിനായാലും അവരുടെ രാജ്യസുരക്ഷ വളരെ പ്രധാനമാണ്. ഒരു രാജ്യമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ റഷ്യയും തമ്മിൽ നല്ല ബന്ധമാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഇസ്രായേൽ തമ്മിൽ നല്ല ബന്ധമാണ്. പക്ഷേ നമുക്ക് തരുന്ന വെപ്പൺസ് ഫോൾട്ടി ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണെങ്കിൽ നമുക്കതിനെ റീകൺസിഡർ ചെയ്യുകയും മറ്റേതെങ്കിലും രാജ്യത്തു നിന്ന് നമുക്ക് അതിനെ വാങ്ങാൻ നമ്മൾ നിർബന്ധിതരാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് എല്ലാ രാജ്യത്തിൻ്റെയും അവസ്ഥകൾ നടക്കുന്നത്. കാരണം ഒരു രാജ്യത്തിന് അവരുടെ രാജ്യസുരക്ഷയെ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കത്തില്ല മറ്റൊരു രാജ്യമായിട്ടുള്ള ബന്ധം വളരെ മോശമാകുമെന്ന് പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആശങ്കപ്പെട്ടുകൊണ്ടോ. അപ്പോൾ അസർബൈജാനും അർമീനിയും തമ്മിലുള്ള ഈ പറഞ്ഞ ടെൻഷനിലാണ്. കാരണം അസർബൈജാന് ആയുധങ്ങൾ നൽകുന്ന രാജ്യം പ്രധാനമായിട്ടും ടർക്കി, പാകിസ്ഥാൻ ഒക്കെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ അസർബൈജാൻ വാങ്ങിക്കുന്ന ഈ രാജ്യങ്ങളിലൊക്കെ നിർത്തണം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അർമീനിയയും അസർബൈജാൻ തമ്മിൽ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻ പോലെ തന്നെ വളരെ കാലമായി നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. ബോർഡർ ടെൻഷൻ എന്നോ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നങ്ങൾ ആണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അസർബൈജാന് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ആയുധങ്ങൾ അവർ വാങ്ങിക്കൂട്ടുന്നത് അല്ലെങ്കിൽ വാങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പറഞ്ഞ
ആയുധങ്ങൾ വാങ്ങിക്കുന്നത് ടർക്കിയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ്. ടർക്കിയെ സംബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം ടർക്കി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും വെപ്പൺസും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യമാണ്. പാകിസ്ഥാനിൽ നിന്ന് മേടിച്ച ആയുധങ്ങളുടെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് പല എക്സ്പേർട്സും പറയുന്നത് പാകിസ്ഥാൻ കൊടുത്തിട്ടുള്ള ആയുധങ്ങളെല്ലാം തന്നെ പഴക്കം ചെന്ന വളരെ പുരാണ കാലത്തെ ആയുധങ്ങളായതെന്നാണ് പറയുന്നത്. അതായത് ഈ തുരുമ്പ് പിടിച്ചിട്ടുള്ളത്, റെഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രൊപ്പല്ലന്റ്, അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് പ്രൊപ്പല്ലന്റ് ലോഡ്, പിന്നുള്ളത് ഇൻകറക്റ്റ് മെഷർമെന്റ്, ഇതൊക്കെ തന്നെ അവർക്ക് അതിനകത്ത് നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു ആയുധത്തിന്റെ ക്വാളിറ്റി. നമ്മൾ വെടിവെക്കാൻ എടുക്കുമ്പോൾ സമയത്തിന് വെടിവെക്കാൻ പറ്റില്ലെങ്കിൽ ഇല്ലായിരുന്നു. ശത്രുവിന്റെ വെടിയുണ്ട് നമ്മുടെ നെഞ്ചത്ത് കയറും, തുള തുള വീഴുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ തോന്നില്ല. അപ്പോൾ അതാണ് അസർബൈജാൻ എന്ന് പറഞ്ഞ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. വലിയ ബന്ധം സ്ഥാപിച്ച്, പാകിസ്ഥാനുമായിട്ട് വലിയ ബന്ധമൊക്കെ സ്ഥാപിച്ച് പാകിസ്ഥാൻ ഇപ്പം തരുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ അവിടെ ചെന്നപ്പോൾ കിട്ടിയത് ഈ തുരുമ്പ് പിടിച്ച പഴഞ്ചരക്ക് സാധനങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കിട്ടിയെന്നുള്ളത് ഇപ്പം കരഞ്ഞു കൂവിക്കൊണ്ടിരിക്കുകയാണ് അസർബൈജാൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആർട്ടിലറി ഷെൽസിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് പാകിസ്ഥാൻ അസർബൈജാന് കൊടുത്തത്. ഈ അസർബൈജാൻ അർമീനിയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പാകിസ്ഥാൻ കൊടുത്ത ആർട്ടിലറി ഷെൽസ് എല്ലാം വളരെ പരിതാപകരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു, പ്രകടനമായിരുന്നു എന്നാണ് തെളിയിക്കുന്നത്. അതായത് പാകിസ്ഥാൻ അവകാശപ്പെട്ട റേഞ്ച് ഒന്നും തന്നെ അസർബൈജാന് ഇത് അതായത് പ്രയോഗത്തിൽ അവർക്ക് കാണുവാൻ സാധിച്ചില്ല. ഏകദേശം അതിന്റെ 40 മുതൽ 60% വരെ മോശം. ഈ പറഞ്ഞ അവർ ക്ലെയിം ചെയ്തതിന്റെ, പാകിസ്ഥാൻ ക്ലെയിം ചെയ്തതിന്റെ 40 മുതൽ 60% വരെ ഡിസ്റ്റൻസ് ബാറ്റിൽ ഫീൽഡ് അല്ലെങ്കിൽ യുദ്ധരംഗത്ത്, യുദ്ധഭൂമിയിൽ അസർബൈജാന് അത് ലഭിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാൻ പറയുകയാണ് ഈ ആർട്ടിലറി ഷെല്ലിന് 100 കിലോമീറ്റർ ഉണ്ടെന്ന് പാകിസ്ഥാൻ ക്ലെയിം ചെയ്താണ് അസർബൈജാന് കൊടുത്തതെങ്കിൽ ഒരുപക്ഷെ 40 മുതൽ 60 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിട്ടുള്ള അതിന്റെ റേഞ്ച് എന്നാണ് അസർബൈജാൻ പറയുന്നത്. അപ്പൊ അത്രയ്ക്ക് ഫോൾട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ പുവർ ക്വാളിറ്റി ആയിട്ടുള്ള വെപ്പൺസ് ആയിരുന്നു ഈ പറഞ്ഞ പാകിസ്ഥാൻ അസർബൈജാന് കൊടുത്തത്. അസർബൈജാൻ മാത്രമല്ല, യുക്രൈനും സൗദി എല്ലാം തന്നെ ഈ സെയിം പ്രശ്നം. ഉക്രൈൻ നമുക്കറിയാം റഷ്യയുമായിട്ട് വളരെ കൊടുമ്പിരി കൊണ്ട യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തിന് ഈ പറഞ്ഞ മോശം ആയുധങ്ങൾ നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് തന്നെ വലിയൊരു ചതിവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അതിനൊരു വിഷയമൊന്നുമില്ല, അല്ലേ? പാകിസ്ഥാൻ അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ല, റെസ്പോൺസിബിൾ ആയിട്ടുള്ള രാജ്യമല്ലാത്തതുകൊണ്ട് അവരേത് തക്കിടത്തേടെ പരിപാടിയും ആരോടും കാണിക്കും. അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യം എന്ന് പറയുന്നത് സൗദിയോടും കാണിക്കും, അല്ലെങ്കിൽ UAE കാണിക്കും. ബാക്ക് സ്റ്റാബിങ് അല്ലെങ്കിൽ പുറത്തുനിന്ന് അവർ പുറകിൽ നിന്ന് കുത്തുക അല്ലെങ്കിൽ ചതിക്കുക എന്നുള്ള പാകിസ്ഥാന്റെ ഒരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ തന്നെ അത് നേരിടുക, അല്ലെങ്കിൽ അവർക്കത് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയത്തുള്ളൂ. കാരണം ഇത്ര വലിയ വിശ്വസിച്ച് പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് റീകൺസിഡർ ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം മറ്റു ലോകത്ത് ഇഷ്ടം പോലെ നല്ല ആയുധങ്ങൾ വിൽക്കാൻ കപ്പാസിറ്റി ഉള്ള രാജ്യങ്ങൾ ഉള്ളപ്പോൾ ഈ പാകിസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് സൂയിസൈഡല്ലാന്ന്, ആത്മഹത്യാപരമാണെന്ന് അവർക്കിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അസർബൈജാൻ മാത്രമല്ല ഈ പ്രശ്നങ്ങൾ നേരിട്ടത്, യുക്രൈനും ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിച്ചതിന് കാരണം. അതായത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ ഈ യുക്രൈനെ പാകിസ്ഥാനിൽ നിന്നും, കാരണം ഈ ഇമ്രാൻഖാൻ ഈ യുക്രൈൻ വാർ തുടങ്ങുന്ന സമയത്താണല്ലോ ഇമ്രാൻഖാൻ ഉക്രൈൻ വാറിന് ശേഷം ഈ പാകിസ്ഥാൻ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആരുടെ പക്ഷത്തും ഇല്ല എന്നൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറയുകയും അതിന്റെ കോൺസിക്വൻസ് ആയിട്ടാണല്ലോ അദ്ദേഹത്തെ അവിടുന്ന് ഭരണത്തിൽ നിന്ന് പുറത്താക്കുകയും പിടിച്ചകത്തിടുകയൊക്കെ ചെയ്യുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. തീർച്ചയായിട്ടും അമേരിക്ക ലീഡ് ചെയ്യുന്ന ഈ യുദ്ധത്തിൽ പാകിസ്ഥാനെ പോലൊരു രാജ്യം അമേരിക്കയ്ക്കൊപ്പം നിൽക്കുക, അമേരിക്കയൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം. ഇപ്പം നമുക്കറിയാം വാർ പ്ലാൻ ചെയ്തവർക്കറിയാം ഇത് എത്ര വർഷം മുമ്പോട്ട് പോകും ഈ യുദ്ധം, എന്നാ ഇത് അവസാനിക്കത്തുള്ളൂ എന്നൊക്കെ വാർ പ്ലാൻ ചെയ്ത ആൾക്കാർക്ക് അറിയാം ശരിക്കും പറഞ്ഞത്. അപ്പോൾ അവർക്ക് യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ വാർ മെറ്റീരിയൽസ് വേണം. വാർ മെറ്റീരിയൽസ് ഇപ്പം അമേരിക്കയുടെ സഖ്യകക്ഷികൾ എന്ന് പറയുന്നത് നേറ്റോയിലുള്ള രാജ്യങ്ങളായാലും ശരി, മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ, ഇപ്പം ജപ്പാൻ ആയാലും ഇസ്രായേൽ ആയാലും ഈവൻ പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ ഉം, അമേരിക്ക ലീഡ് ചെയ്യുന്ന വാറിൽ വാർ മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും.
അപ്പം പാകിസ്ഥാന്റെ ഒരു ലീഡർ, ഇമ്രാൻഖാൻ എന്ന് പറയുന്ന ഒരു ലീഡർ പാകിസ്ഥാനെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുദ്ദേശിക്കുന്ന രീതിയിൽ പാകിസ്ഥാനിൽ നിന്ന് വാർ മെറ്റീരിയൽസ് ഒന്നും യുക്രൈൻ സപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇമ്രാൻഖാനെ അവിടുന്ന് ഭരണത്തിൽ നിന്ന് മാറ്റുകയും അദ്ദേഹത്തെ പിന്നീട് ജയിലിൽ പിടിച്ചിടുകയും ഒക്കെ ചെയ്തത്. ഓക്കെ, അതൊക്കെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പം പിന്നീട് ഇമ്രാൻഖാന് ശേഷം വന്ന പാകിസ്ഥാൻ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭരണകൂടം യുക്രൈന് ഈ പറഞ്ഞ വാർ മെറ്റീരിയൽസ് കൊടുക്കുകയും അങ്ങനെ കൊടുത്ത വാർ മെറ്റീരിയൽസ് ആണ് 155 ഷെല്ല്, അതായത് പാകിസ്ഥാനിൽ നിർമ്മിച്ചതാണ്. ഈ യുക്രൈൻ്റെ M777 ഹൗവിറ്റ്സർ കനോൺസിന് വേണ്ടി പാകിസ്ഥാനിൽ നിർമ്മിച്ച ഈ 155 ഷെല്ലാണ് യുക്രൈൻ മേടിച്ചത്. ആ യുക്രൈൻ മേടിച്ചെങ്കിലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കംപ്ലൈൻ്റ് ഉള്ളതായിരുന്നു എന്നാണ് ഉക്രൈൻ പറയുന്നത്. അതായത് പ്രിമേച്ചർ ഡിറ്റർമിനേഷൻ, അത് ഈ പ്രിമേച്ചർ ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പേ അത് പൊട്ടുക. അപ്പോൾ അത് അവരുടെ കനോൺസിനൊക്കെ തന്നെ, ഹൗവിറ്റ്സർ കനോൺസ്, ഈ പറഞ്ഞ ആർമിയുടെ ടാങ്ക് ആയിരിക്കും ശരിക്കും പറഞ്ഞത്. അപ്പം അതിൻ്റെ കനോൺസിനൊക്കെ തന്നെ ഒത്തിരി ഡാമേജ് ഉണ്ടാക്കി വെച്ചു എന്നൊക്കെയുള്ള കംപ്ലൈൻറ്റും അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാതികളൊക്കെ യുക്രൈൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയും ഒരു സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ ഈ പറഞ്ഞ അമ്യൂണീഷനും ആർട്ടിലറി ഷെൽസ് ഒക്കെ തന്നെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഈ ഷെല്ലുണ്ട്, ആർമിയൊക്കെ ഉപയോഗിക്കുന്ന ഷെല്ല് അല്ലെങ്കിൽ മറ്റേ തോക്കുകളൊക്കെ തന്നെ, ആർട്ടിലറി, അമ്യൂണീഷൻ, ഇതൊക്കെ തന്നെ. സൗദിക്കും പണി കിട്ടി. സൗദിയും ഈ പറഞ്ഞ കാര്യങ്ങൾ മോശമാണെന്ന്, അതായത് പാകിസ്ഥാന്റെ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മിലിറ്ററി പ്രോഡക്ട്സ് വളരെ മോശമാണെന്ന് തിരിച്ചറിയുകയും അവരെ ഇന്ത്യയിൽ അതുപോലെ മറ്റു രാജ്യങ്ങളെയൊക്കെ പിന്നീട് അതിനുശേഷം ഈ പറഞ്ഞ അമ്യൂണീഷനും ആർട്ടിലറിയും ഒക്കെ മേടിക്കാൻ വേണ്ടി അവരെ ആശ്രയിച്ച് തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൗദി ഇന്ത്യയായിട്ട് ഡിഫൻസ് കോപ്പറേഷൻ ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ സൗദി ഇന്ത്യയിൽ നിന്നും ഡിഫൻസ് പ്രോഡക്ട്സ് ഒക്കെ മേടിക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ഒന്നുമല്ല. കാരണം ഡിഫൻസ് എന്ന് നമ്മൾ പറയുമ്പം ഇപ്പോൾ ഫൈറ്റർ പ്ലെയിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷെല്ലും ആർട്ടിലറിയും മാത്രമല്ല, വേറെ ഇഷ്ടംപോലെ പ്രോഡക്ട്സുകളുണ്ടല്ലോ നമ്മൾ പ്രതിരോധപരമായിട്ട് സംസാരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിലേത് ഉൽപ്പന്നങ്ങളോ ഏത് രാജ്യത്തിനും എവിടെ നിന്നും മേടിക്കാം, അല്ലേ? ഇപ്പോൾ ആർമിക്കാരുടെ യൂണിഫോം, സോറി, അല്ലെങ്കിൽ ഡിഫൻസ് പേഴ്സണിൻ്റെ യൂണിഫോം ഒരു ഉൽപ്പന്നമാണ്, ഡിഫൻസ് ഉൽപ്പന്നമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതൊരു രാജ്യത്തിന് മറ്റു രാജ്യത്തിന് മേടിക്കാം. ആർമി അല്ലെങ്കിൽ ബൂട്ട്സ്, അല്ലേ? അങ്ങനെ എന്തെല്ലാം ഉൽപ്പന്നങ്ങളുണ്ട്. വെപ്പൺസ് മാത്രമല്ലോ, നോൺ വെപ്പൺസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സൗദി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം നമ്മുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നു എന്ന് പറയുമ്പോൾ ആംസ് മാത്രമാണ് നിർബന്ധമില്ല, വെപ്പൺസ് മാത്രമാണ് നിർബന്ധമില്ല, മറ്റ് നോൺ വെപ്പൺസ് അല്ലെങ്കിൽ നോൺ ആംസ് ആയിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഒരു രാജ്യത്തിൻ്റെ പട്ടാളത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളത്. അതൊക്കെ തന്നെ ഒരു രാജ്യത്തിന് മറ്റു രാജ്യത്തിന് സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മറ്റു രാജ്യത്ത് നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. പക്ഷേ എന്തു തന്നെയായാലും ഈ പറഞ്ഞ ആർട്ടിലറി അല്ലെങ്കിൽ അമ്യൂണീഷൻ ഷെല്ലുകളൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ ഈ പറഞ്ഞ 3 രാജ്യങ്ങൾക്കും കൊടുത്തതും. ഈ 3 രാജ്യങ്ങൾ ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ മിലിറ്ററി ഈ വെപ്പൺസിന്റെ ക്വാളിറ്റിയെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആശങ്കപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം അത് 2-3 രാജ്യങ്ങളുടെ പേര് മാത്രമേ നമുക്ക് ഈ റിപ്പോർട്ടിനകത്തുള്ളൂ. ഇനി ഒരു പക്ഷേ പാകിസ്ഥാൻ അല്ലറ ചില്ലറ ആയുധങ്ങളെ കൊടുക്കുന്ന മറ്റു പല രാജ്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാം തന്നെ ഈ ഒരു ഏം, പ്രതിസന്ധി നേരിടുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ നമുക്ക് വീണ്ടും ഇനി വരുന്ന നാളുകളിൽ നമുക്കറിയാൻ സാധിക്കും. കാരണം അസർബൈജാൻ യുദ്ധത്തിൽ അർമേനിയായിട്ടുള്ള യുദ്ധത്തിൽ പണി കിട്ടിയാണ്, യുക്രൈനും പണി കിട്ടി. സൗദി പിന്നെ പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ആയുധങ്ങളൊന്നും ഉപയോഗിച്ച് യുദ്ധത്തിലൊന്നും ഏർപ്പെടാൻ പോയില്ല. എന്നാൽ തന്നെ അവർക്ക് അത് നിരീക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാകിസ്ഥാന്റെ ആയുധങ്ങളുടെ. നമുക്കറിയാം, ഓ, ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്ക് ഇത്രയും നമുക്ക് ഒത്തിരി കടമ്പകൾ നമുക്കിനിയും പല മേഖലകളിലും കടക്കാനുണ്ട്. എന്നിട്ട് തന്നെ നമ്മൾ ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ച ഒരു രാജ്യമാണ്. എന്നിട്ട് തന്നെ നമുക്ക് ഇനി ഒത്തിരി കടമ്പകൾ കിടക്കാനുണ്ട്. അപ്പോഴാണ് തകർന്നടിഞ്ഞ ആപ്പാടെ പാപ്പരായിരിക്കുന്ന പാകിസ്ഥാൻ, നമ്മളെപ്പോലുള്ള ടെക്നോളജി കയ്യിലില്ലാത്ത, നമ്മളെപ്പോലുള്ള മറ്റൊരു രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും സ്കിൽ സെറ്റും ഒന്നും ഇല്ലാത്ത ഒരു രാജ്യത്തിന് എങ്ങനെ ക്വാളിറ്റി വെപ്പൺസ് പ്രൊഡ്യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ഊഹിച്ചു നോക്കിയാൽ മതി. അതൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. എന്നിട്ട് ഈ രാജ്യത്ത് നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുവാൻ ധൈര്യപ്പെടുന്ന ഈ പറഞ്ഞ രാജ്യങ്ങളാണ് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്. കാരണം എന്ത് വിശ്വസിച്ചാണ് പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്ത് വിശ്വസിച്ചാലും ശരി, ഇപ്പോൾ പണി കിട്ടി എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും അപ്പോൾ അങ്ങനെയുള്ള ഈ ചൈന ഇപ്പം, സോറി, പാകിസ്ഥാൻ ഇപ്പം അവരുടെ ഒരു ഫൈറ്റർ പ്ലെയിന് പലർക്കും കൊടുക്കാൻ വേണ്ടി അവർ വിൽക്കാൻ വേണ്ടി ലിബിയയ്ക്കും
സുഡാനും സൊമാലിയയ്ക്കും ഒക്കെ തന്നെ വിൽക്കാൻ വേണ്ടി, സൗദിക്കും ഒക്കെ തന്നെ, ശരിക്കും പറയാൻ സൗദിക്കല്ല അത് വിൽക്കുന്നത്, സൗദി കൂടെ അത് സുഡാനിലും സൊമാലിയിലും ഒക്കെ ചെന്ന് എത്തിച്ചേരാൻ വേണ്ടിയാണ്. സൗദിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇത് ചൈനീസ് മെയ്ഡ് ആയതുകൊണ്ട് അമേരിക്ക സമ്മതിക്കുമെന്ന് അറിയില്ല. സൗദി ഇത് മേടിച്ചിട്ട് അവരുടെ എന്താണ് പറയുന്നത്, സൈന്യത്തിൽ അത് ആഡ് ചെയ്യാൻ വേണ്ടി അമേരിക്ക അതിനെ സമ്മതിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് പാകിസ്ഥാനിൽ നിന്ന് മേടിച്ചിട്ട് സുഡാനിലും അല്ലെങ്കിൽ സൊമാലിയ, സൗദി സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ഷൻസിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ്, അതുപോലെ ലിബിയ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ തന്നെ ആയാലും അത് ചൈനീസ് നിർമ്മിതമാണ്. ഏകദേശം നല്ലൊരു ശതമാനം റഷ്യയുടെ എഞ്ചിനാണ് അതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ പാകിസ്ഥാൻ പിന്നെ അല്ലാതെയുള്ള നട്ടും ബോൾട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി അതിൻ്റെ മേജർ പോർഷനും ചൈനയുടെയും റഷ്യയുടെയും ടെക്നോളജിയും അല്ലെങ്കിൽ കമ്പോണൻസും പാർട്സും ഏവിയോണിക്സും ഒക്കെ തന്നെയാണ് ആ ഫൈറ്റർ പ്ലെയിനിൽ ഉപയോഗിക്കുന്നത്. ഇത് ലൊട്ടിലോട്ട് ആർട്ടിലറി ഷെൽസും അമ്യൂണീഷൻസും അല്ലെങ്കിൽ ബുള്ളറ്റ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം അത് തന്നെ കൃത്യമായിട്ട് നല്ല രീതിയിൽ നിർമ്മിക്കാൻ പാകിസ്ഥാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.